ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാരും ചോദിക്കുന്നതാ കുറെ നാളായിട്ട് വ്ളോഗ് തായോ എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ, വ്ളോഗിന് എഡിറ്റിങ്ങിന് അല്പം ടൈം എടുക്കും, അതുകൊണ്ടാ ലേറ്റ് ആവുന്നേ. അത് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് കുറെ ബിസി ആയിപ്പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഓഫീസിൽ കുറച്ച് ബിസി ആവുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കും കുറച്ച് താമസം വരും. പിന്നെ ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നല്ലോ, അതിൻ്റെതായിട്ടുള്ള ചെറിയ ബിസി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒന്നാമത്തെ കാര്യം, തണുപ്പ് ഭയങ്കരമാണേ. അത് കാരണം എൻ്റെ ഈ അടുപ്പിച്ചുള്ള കുറെ വീഡിയോകളിൽ എല്ലാവരും ചോദിക്കുന്ന, ചേച്ചി കോൾഡാണോ, മൂക്കടപ്പുണ്ടല്ലോ. കോൾഡിന്റെ അല്ലത്, ഈ തണുപ്പായോണ്ടേ ചിലപ്പോ ഒന്ന് മൂക്കടയും, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കും, അതാണ് അവസ്ഥ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, പനി ചുമ അങ്ങനൊന്നുമില്ല. പക്ഷേ പൊതുവെ ഇവിടെ എല്ലാവരെയും നോക്കുവാണെങ്കിൽ എല്ലാവർക്കും അസുഖമാണ്. പനി, ചുമ, കഫക്കെട്ട്, ന്യൂമോണിയ, ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും. ദൈവകൃപയാൽ ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ജോസാന് നല്ല ചുമയുണ്ട്. അപ്പൊ നല്ല സൂപ്പർ തണുപ്പ്. എനിക്കാണെങ്കിൽ അധികം ചൂടും പറ്റില്ല, അധികം തണുപ്പും പറ്റില്ല. തണുപ്പ് ഒരു ഇച്ചിരി മതി, അപ്പോഴേ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്ത് സെറ്റർ ഇട്ടിരിക്കും. അതാണ് എൻ്റെ അവസ്ഥ. ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം ബാജിയൊക്കെ മേടിച്ചോണ്ടാ വന്നേ. ഇനിയിപ്പോ എല്ലാം റെഡിയാക്കണം. ഇപ്പോൾ ജോസാന്റെ ഡ്യൂട്ടി മാറിയേ, മോർണിംഗ് ഡ്യൂട്ടിയാ. രാവിലെ 7 മണിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് എൻ്റെ ടൈം ടേബിൾ മൊത്തത്തിൽ ഇപ്പം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ലോഗിൽ നമ്മുടെ കുറച്ച് കൂട്ടുകാർ അവർക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാൻസി ജോൺസൺ, കൃഷ്ണപ്രിയ, പിന്നെ ജിഷയുടെ മോൻ സ്നേഹൽ കൃഷ്ണയുടെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 3-ാം തീയതി. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. അത് ജനുവരി 3-ന് 18 വയസ്സായി. അപ്പോ സ്നേഹൽ മോന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പുതിയ വർഷത്തിൽ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സജേഷ് കുമാർ, ഇർഷാദ് ബാവ, സുഭാഷ്, പിന്നെ ജംഷീദ നാസർ, രഞ്ജു സൂര്യ, മേഘയ്ക്കും മാളു കിച്ചു. അത് മക്കൾ 2 പേരുടെ പേരാണോ, മാളുവും കിച്ചുവും ആണോ, അതോ മോൾ മാളു കിച്ചു ആണോ, അതെനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇവർക്കും, പിന്നെ റിയ എബ്രഹാം, ഈ പറഞ്ഞ എല്ലാവർക്കും എന്റെ വക സ്പെഷ്യൽ ഹായ്. അപ്പൊ കുറച്ച് പയറുണ്ട്, അത് ആദ്യം തോരൻ വെക്കണം. വന്ന ഉടൻ തന്നെ ചോറ് വെക്കാനായിട്ട് അരി കഴുകി ഇട്ടു. ഇത് അരി തിളച്ചു, എന്നിട്ട് ഓഫ് ചെയ്തിട്ടേക്കുക. തൊട്ടടുത്ത അടുപ്പില് കുടിക്കാൻ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ തണുപ്പൂടായോണ്ടേ പെട്ടെന്ന് വെള്ളം തണുക്കുകയും ചെയ്യും തിളപ്പിച്ച് വെച്ചാല്. അതുകൊണ്ട് ഞാനിപ്പോ തിളച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് വെള്ളം എടുത്ത് ഫ്ലാസ്കില് മാറ്റി വെക്കും. കാരണം ആവശ്യമുള്ളപ്പോ ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്താൽ ഞാൻ കുടിക്കുന്നത്. കാരണം ഡയറക്റ്റ് തിളപ്പിച്ച് വെച്ചതാണേലും അത് നല്ലതായിട്ട് അങ്ങ് തണുക്കും, ഐസ് പോലാവും. എന്നിട്ട് അത് ഡയറക്റ്റ് കുടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പല്ലുവേദനയാ. ഈവൻ ഇപ്പോ ബ്രഷ് ചെയ്തിട്ട് പോലും ഇളം ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. അതാണ് അവസ്ഥ. ഈ പല്ലുവേദന എന്ന് പറഞ്ഞത് ഒരു അസുഖം പോലെയല്ല. കാരണം തണുത്ത വെള്ളം വായിൽ ഒഴിക്കുമ്പോൾ ഇടത്തെ സൈഡിലെ അണപ്പല്ലിന് നല്ലൊരു വേദന ഫീൽ ആവും. അതെന്താണെന്ന് എനിക്കും അറിയില്ലേ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഫ്ലാസ്കില് വെള്ളം നിറച്ച് വെച്ചേക്കും. രണ്ടുകൂടെ മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ കുഴപ്പമില്ല. ഓഫീസിലായാലും ഞാൻ എന്റെ ഫ്ലാസ്കില് വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കും, ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗില് വെളുത്തുള്ളി മേടിച്ചത് കാണിച്ചില്ലായിരുന്നു, അച്ചാർ ഇടാനായിട്ട്. അപ്പൊ കുറെ ദിവസമൊക്കെ ഇരുന്ന് പൊളിച്ചു, അവസാനം അച്ചാർ ഇട്ടു. ഈ കുപ്പി നിറച്ചുണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയും ആയേ. നല്ല ടേസ്റ്റി അച്ചാറാണ്. ഞാൻ വെളുത്തുള്ളി അച്ചാറിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ഇട്ട് നോക്കണം, ട്രൈ ചെയ്യണം. ഇതിപ്പോ പെട്ടെന്ന് തീരും ഇവിടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ജോസാൻ അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിലല്ല വെച്ചേക്കുന്നത്, ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിൽ, കൂടുതലും ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്ന, പാക്കറ്റ് എല്ലാം മായോ ആണെന്നാ പറയുന്നേ. നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് മില്ലിൽ നിന്ന് തന്നെ മേടിക്കണം. ഇവിടെ ആ ഫെസിലിറ്റി ഇല്ലല്ലോ. വല്ലപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവരും, അല്ലാത്തപ്പോ ഈ ഇവിടുത്തെ കവർ വെളിച്ചെണ്ണ തന്നെ. ഇന്ന് കുറച്ച് ചൈനീസ് മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. നിങ്ങൾ വ്ളോഗിൽ തന്നെ റെസിപ്പി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ജോസാന്റെ ഡ്യൂട്ടി മാറിയെന്ന്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണിക്ക് പോയിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ വരും. ജോസാൻ ഇങ്ങനെ വീട്ടിലുള്ള സമയത്താണ് ഇങ്ങനെ കുറിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് 1 കപ്പ് ക്യാബേജ് ഉണ്ട്, നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്ററിൽ ആ ചെറുതിനകത്തിട്ടാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. എത്രയും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാമോ അത്രയും നല്ലത്.
ഇത് ഒരു കപ്പെന്ന് പറയുമ്പോൾ ഒരു വലിയ കാബേജിന്റെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ കണക്കൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുക്കാം. ഇതിന്റെ മിക്സിങ്ങും ഞാൻ പറഞ്ഞു തരാം. വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെന്നാണ് ഈ ചൈനീസ് മഞ്ചൂരിയൻ എന്ന് പറയുന്നത്. ഇവിടെ കടകളിൽ ഇത് മേടിക്കാൻ 10 രൂപയ്ക്ക് ചിലർ 9 എണ്ണം തരും, ചിലർ 10 തരും, ചിലർ 12 എണ്ണം തരും. ചൈനീസ് മഞ്ചൂരിയൻ അല്ലെങ്കിൽ ചൈനീസ് പക്കോട എന്ത് വേണേലും പറയാമേ. ഞാനിതിൽ 1/2 കപ്പ് സവാള കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ പലരും ഇത് ചേർക്കാറില്ല. എന്നാൽ ചുരുക്കം ചില കടക്കാർ മാത്രമേ സവാള ചേർക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല സവാള ചേർക്കണമെന്ന്. ക്യാബേജും ഉപ്പും ബാക്കി മിക്സിങ്ങും മാത്രം മതി. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, അതായത് കോൺഫ്ലോർ അല്ലെങ്കിൽ ചോളത്തിന്റെ പൊടി, ഇത് പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർക്കണ്ട. കാരണം ക്യാബേജിനും സവാളയ്ക്കുമൊക്കെ വെള്ളമുണ്ട്, ആ വെള്ളം ഇറങ്ങും. അപ്പൊ ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റില് വെള്ളം ചേർത്താൽ മതി. അതുവരെ നല്ലതുപോലെ അല്ലാതെ തന്നെ ഇളക്കി മിക്സ് ചെയ്യണം. കഴിവതും കൈകൊണ്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കണേ, കാരണം ഇത് സ്പൂണും കൊണ്ട് ഇളക്കിയാൽ ശരിയാവത്തില്ല. എന്നിട്ട് ഞാനിതിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. കാരണം ഈ പക്കോടയ്ക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ചുമന്ന കളർ ചേർക്കാം. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പൊ ഞാനിത് വീഡിയോയ്ക്ക് അല്പം നല്ല കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ ചേർത്തു എന്നേ ഉള്ളൂ. ഞാനങ്ങനെ ഫുഡ് കളർ ഒന്നിനും ചേർക്കാറേ ഇല്ല, ആദ്യമായിട്ടാണ് ഇതിന് ചേർക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പക്കോടയ്ക്ക് വേണ്ട കൺസിസ്റ്റൻസി. ഈ പരുവമായിരിക്കണം. അതായത് ഒത്തിരി അങ്ങ് വെള്ളവുമാവരുത്, ഒത്തിരി കട്ടിയുമാവരുത്. നമ്മൾ ഈ കോൺ സ്റ്റാർച്ച് ചേർക്കുന്നത് നമ്മുടെ പക്കോട ക്രിസ്പി ആവാൻ വേണ്ടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മൈദ മാത്രമാവുമ്പോൾ അതങ്ങ് തണുക്കുമ്പോൾ അങ്ങ് പതുങ്ങിപ്പോകും, ഒട്ടും ക്രിസ്പി ആയിരിക്കത്തില്ല. ഇത് ഉടൻ തന്നെ വേണമെങ്കിൽ ഉടൻ തന്നെ ഉണ്ടാക്കാം. അതല്ല 1-2 മണിക്കൂർ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഫ്രൈ ചെയ്യാനുള്ള പാത്രം വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സൺഫ്ലവർ മേടിച്ചത് തന്നെ. എന്നിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് തീ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാൻ. ഒത്തിരി വലിയ ഉരുളകൾ ഇടരുത്, നമ്മുടെ വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. എത്രയും ചെറുതായിട്ട് ഇടാമോ അത്രയും ചെറുതായിട്ട് തന്നെ ഇടണം. തീ കൂട്ടിയിടുകയും ചെയ്യരുത്, അത് കരിഞ്ഞു പോകും, അകം വേവില്ല. അപ്പൊ മീഡിയം തീയിലിട്ട് തന്നെ വേവിക്കണം. ഇട്ട ഉടൻ തന്നെ അത് തിരിച്ചിടുകയും ചെയ്യരുത്. ആ വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ, അതല്ല എന്നുണ്ടെങ്കിൽ വേവില്ല. ഇത് എണ്ണയിൽ കിടന്ന് മൊരിയാൻ കുറച്ച് സമയം എടുക്കും. മീഡിയം തീയിൽ കിടന്ന് മൊരിഞ്ഞ് നല്ല കളറ് മാറി വരുമ്പോഴേ നമുക്കറിയാം. യാതൊരു കാരണവശാലും തീ കൂട്ടിയിട്ട് കരിക്കരുതേ. ഈ പക്കോടയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. കാരണം മീഡിയം തീയിൽ എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ട് വെന്ത് മൊരിയണം. ഇതിപ്പോ ഏകദേശം റെഡി ആവാറായി. നമ്മൾ ആദ്യം ഇട്ടത് ദേ മൊരിഞ്ഞു വന്നു. അപ്പോൾ അതിനെ ഇങ്ങ് മാറ്റണേ. എല്ലാം കൂടെ ഒരുമിച്ച് അവസാനം എടുക്കാൻ നിൽക്കരുത്. ഇങ്ങനെ മൊരിയുന്നു എങ്കിൽ അതിനെ അങ്ങ് മാറ്റണം. ഇപ്പൊ നമ്മുടെ പക്കോട നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പരുവമായിട്ടുണ്ട്. നമുക്കിത് കോരി പാത്രത്തിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പക്കോട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് കുറിച്ചുകൊണ്ടിരിക്കാൻ നല്ല പറ്റിയ ഒരു സംഭവമാണ് ഇത്. ഇവിടെ ഒരാള് വിശന്നിട്ട് ദേ ആപ്പിൾ എടുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഡ്യൂട്ടി മാറിയെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ടിഫിൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചു. ചായ എനിക്കും ഇട്ട് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് 6:30 ആകുമ്പോൾ എന്നെ വിളിക്കാൻ വരും. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് കഴിപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും നാസ്തയായിട്ട് പക്കോട എങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷെ വീഡിയോ കൂടെ എടുത്തപ്പോൾ ഇത്തിരി സമയം മുമ്പോട്ട് പോയി. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായി. ദിവസം വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പാട്ടിട്ടേക്കും. ഫുൾ
സെറ്റ്. എപ്പോഴൊക്കെ വീട്ടിലുണ്ടോ അപ്പോഴെല്ലാം പാട്ടും കാണും. അപ്പൊ ഞാൻ എന്റെ ജോലി അടുക്കളയിൽ നിന്ന് ചെയ്യും, പുള്ളിക്കാരൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോളും. ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് എന്നെ സഹായിക്കും, എന്തെങ്കിലും കോമഡി പറഞ്ഞ് ചിരിപ്പിക്കും. കൂടുതൽ സമയം അങ്ങനെയാ പോകുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ആളിന് അറിയത്തില്ല. എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നതെന്ന് ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാമേ. ഇത് ആക്ച്വലി എന്റെ ഹെൽമെറ്റാ. ഞാൻ ഇതുവരെ ഇത് വെച്ചിട്ടില്ല. അയ്യോ, ഒരു പ്രാവശ്യം വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സഫോക്കേഷൻ, ഇരിക്കാനും വയ്യ, ഒന്നും വയ്യ. ഈ ഹെൽമെറ്റ് ഓടിച്ച് വണ്ടി ഓടിക്കുന്നവരെ സത്യം പറയാൻ സമ്മതിക്കണം. ജോസാന്റെ വേലത്തരങ്ങൾ കണ്ടുകൊണ്ട് നിന്ന എന്റെ പണി നടക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കുമ്പളങ്ങ കറി വെക്കാൻ പോവാണേ. ഇത് തൈരൊഴിച്ചും ചെയ്യാറുണ്ട്, കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്ക യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോ തൈരൊഴിക്കാതെ തേങ്ങ അരച്ച് സിമ്പിളായിട്ടാണ് വെക്കുന്നത്. കുറച്ച് കുമ്പളങ്ങ, കറിവേപ്പില, പച്ചമുളക് ഇത് നന്നായിട്ട് ഇപ്പൊ തിളച്ചു, കഷ്ണങ്ങൾ വെന്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് നോർമലായിട്ടുള്ള അരപ്പ് തന്നെയാ ചേർക്കുന്നത്. അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം ഇത്രയുമാണ് ഞാൻ എടുത്തത്. പിന്നെ കൂടാതെ അതിന്റെ കൂട്ടത്തില് ഈ വെന്തതിൽ നിന്നും കുറച്ച് വെള്ളരിക്ക കൂടി എടുത്ത് ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്, നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. പച്ചമുളക് ഓൾറെഡി ഇട്ടത് കൊണ്ട് ഞാൻ അരയ്ക്കാൻ എടുത്തില്ല, കാരണം അത്യാവശ്യം നല്ല എരിയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1-2 വെളുത്തുള്ളി കൂടി അരയ്ക്കാം. ഞാൻ ഇതിൽ അരച്ചിട്ടില്ല, എന്നാൽ ചിലപ്പോഴൊക്കെ ഞാൻ അരയ്ക്കാറുണ്ട് വെളുത്തുള്ളി. അരപ്പിട്ട ശേഷം ഈ കറി യാതൊരു കാരണവശാലും തിളക്കരുത്, ഒന്ന് ചൂടാകുകയും ചെയ്യാം. അതായത് നമ്മൾ മോര് കാച്ചത്തില്ലേ, അതുപോലെ ഒന്ന് ആവി വന്നാൽ മതി, തിളക്കേണ്ട. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇനി താളിച്ചൊഴിക്കാൻ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തേക്കുന്നത്. കടുക്, കറിവേപ്പില, കൊച്ചുള്ളി, വറ്റൽമുളക്, പിന്നെ ലേശം മുളക് പൊടി ഒരു കളറിന് വേണ്ടി. ഇത്രയുമാണ് താളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കറി തിളച്ചു പോയാൽ അത് പിരിഞ്ഞിരിക്കും, പീരെ വെള്ളം പോലെ കിടക്കും. അതാണ് തിളക്കലെന്ന് പറഞ്ഞത്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂട് നിൽക്കുന്ന പാത്രമാണെങ്കിൽ അത് നല്ലതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കടു താളിച്ച ശേഷം ഈ പാത്രത്തിൽ നിന്നും വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാലും മതി. കാരണം ആ പാത്രത്തിന് ചൂട് കൊണ്ട് ഇത് തിളക്കരുത്, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുരുമുളക് പൊടിച്ചു വെച്ചത് തീർന്നു പോയി, അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിക്കാന്ന് വെച്ചു. കാരണം രാവിലത്തെ ഡ്യൂട്ടി അല്ലേ, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ജോസാൻ കഴിക്കത്തില്ല. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ ഓരോ മുട്ട മുൾസൈ ചെയ്ത് കൊടുക്കും. അതിലേക്ക് നല്ലതുപോലെ കുരുമുളക് ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇപ്പൊ ചുമയുടെ അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് പറ്റുന്നതിലൊക്കെ ഞാൻ കുരുമുളക് പൊടി യൂസ് ചെയ്താൽ ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് അതപ്പോ കുറച്ച് പൊടിക്കാമെന്ന് വെച്ചു. ചിലപ്പോൾ പൊടിക്കുന്നതിന് മുമ്പ് കുരുമുളക് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ഇത് ചൂടാക്കിയൊന്നുമില്ല, ഞാൻ ഡയറക്റ്റ് എടുത്തങ്ങ് പൊടിച്ചതാ. ഇവിടെ ഒരാൾ കുറെ നേരമായിട്ട് തന്നെത്താൻ സെൽഫി എടുത്തിട്ട് തന്നെത്താൻ ഫോട്ടോ നോക്കി ചിരിക്കുകയാണ്. ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് എന്റെ കുറെ ഫോട്ടോ എടുത്തേച്ചാ പോയത്. അപ്പൊ ഇപ്പൊ എന്നെ വിളിച്ചേക്കോ ഫോട്ടോ എടുക്കാനായിട്ട്, കുറച്ച് ഫോട്ടോ എടുത്തു കൊടുക്കാൻ.
ഞാനിവിടെ സൈഡില് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്നുള്ള കാര്യം പുള്ളിക്കാരൻ അറിയില്ല. പാവം ചിലപ്പോൾ ഈ വ്ളോഗ് വരുമ്പോഴായിരിക്കും അറിയുന്നത് ഞാനിത് ക്യാമറയിലും എടുത്തിട്ടുണ്ടെന്ന്. കാരണം ക്യാമറ ഓൾറെഡി സ്റ്റാൻഡില് ഹാളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഷോള് ഞാന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചതാ ഇന്ന് രാവിലെ. കാരണം തണുപ്പ് ഭയങ്കരമാണേ. അപ്പോൾ സെറ്റ് ഇട്ടോണ്ട് പോണ്ട, ഷോളാവുമ്പോൾ ഓഫീസിൽ കൊണ്ട് വെച്ചേക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ അലമാരിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാ. പക്ഷെ കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പൊ കുറെ നേരമായിട്ട് ഇതും പുതച്ചുണ്ടായിരിക്കുന്നത്. ചൂട് തണുപ്പായതുകൊണ്ടായിരിക്കും. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ ഡ്യൂട്ടി കിട്ടാറുള്ളത്. കാരണം നല്ല ഡ്യൂട്ടി ടൈം ആയത്. എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസത്തിന് ശേഷമാണ് ഈ ഡ്യൂട്ടി കിട്ടിയത്. എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ഡ്യൂട്ടി ടൈം ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 6:30 വരെ. അത് നല്ല ഡ്യൂട്ടി ആയിരുന്നു. 6:30 ഞാൻ വരുന്നേ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ രണ്ടുപേരോട് ഒരുമിച്ച് വീട്ടിലെത്തും. അത് കിട്ടിയായിരുന്നേ നല്ലതായിരുന്നു. പക്ഷെ ആ ടൈം അങ്ങനൊന്നും കിട്ടാറില്ല. ഞാൻ പറയുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്യൂട്ടി കിട്ടിയായിരുന്നേ നല്ലതായിരുന്നു. കാരണം വീട്ടിൽ ആളുണ്ടല്ലോ. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിപ്പോവും, 3-3:30 ആകുമ്പോൾ വരും. അപ്പോൾ ഞാൻ വീട്ടിലില്ല. പിന്നെ ഞാൻ വരുന്ന സമയമാകുമ്പോൾ വീണ്ടും പോവും. രാത്രി 12 മണിയാകുമ്പോൾ വരും. അപ്പൊ കുറെ ഫോട്ടോസ് എടുത്തു കൊടുത്തു. ഞാനിനി വീണ്ടും അടുക്കളയിലോട്ട് പോട്ടെ എന്റെ പണിക്ക്. അങ്ങനെ വലിയ സെൽഫി അഡിക്റ്റ് അല്ലെങ്കിൽ ഡെയിലി ഫോട്ടോ എടുക്കണോ അങ്ങനെയുള്ള സ്വഭാവം ഒന്നുമില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രീ ടൈം കിട്ടിയല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതുകൂടെ കഴുകട്ടെ. ഞാൻ അന്നേരം ഉള്ളത് ഉടനെ അങ്ങ് കഴുകി വെക്കും. അല്ലാതെ കൂട്ടിയിട്ടാല് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാം കൂടി കഴുകി എടുക്കാനായിട്ട്. ഇപ്പോ 2-3 പ്രാവശ്യത്തെ കഴിവല് കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും ലാസ്റ്റില് കുറേം കൂടെ കഴുകാൻ കാണും. അപ്പൊ അന്നേരം ഉള്ളതങ്ങ് കഴുകി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് രാത്രിയില് കിടക്കുന്നതിന് മുമ്പ് ഞാൻ പാത്രങ്ങളൊന്നും ഇങ്ങനെ സിങ്കിൽ ഇട്ടേക്കത്തില്ല. നല്ല ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇപ്പം ചെലവാക്കുന്നതിന്റെ ഡബിൾ വെള്ളം വേണ്ടി വരും അത് രാവിലെ കഴുകാനിട്ടാല്. പിന്നെ രാവിലെ കിച്ചണിൽ വരുമ്പോൾ ഭയങ്കര സ്മെല്ലുമായിരിക്കും. ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട്. അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന കിച്ചൺ കണ്ടാല് നമുക്ക് രാവിലെ വന്ന് അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീൽ ആവും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ രാത്രിയിൽ പാത്രങ്ങൾ അങ്ങനെ ഇട്ടേക്കാറില്ല. എത്ര വയ്യെങ്കിലും നല്ല പാത്രങ്ങൾ ഫുൾ കഴുകി ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. അതുപോലെ തന്നെ വീടും എൻ്റെ വ്ളോഗ് കണ്ടിട്ട് പലരും പറയാറുണ്ട്, ഇത്രയും ജോലിയൊക്കെ ഓഫീസിലെ ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടിലെ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചി എങ്ങനെ ഇതൊക്കെ പറ്റുന്നേ, ജോലി ചെയ്യാൻ മടിയില്ല എന്നൊക്കെ ചോദിക്കും. അത് മടിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, എൻ്റെ അമ്മ, ഞങ്ങൾ കൊച്ചിലെ അമ്മ ഒരു കാര്യം പറഞ്ഞെന്നെ ഓർമ്മയുണ്ട്. അതായത് അമ്മയുടെ കൊച്ചിലെ അവരുടെ അടുത്ത് നാട്ടില് അവരുടെ വീടിന്റെ അടുത്ത് എവിടെയോ ഒരു വീട്ടിലൊരു മരണം നടന്നു. അപ്പോ നാട്ടുകാരൊക്കെ വന്നപ്പോൾ നാട്ടുകാരുടെ മെയിൻ ജോലി ആ വീട് വൃത്തിയാക്കലായിരുന്നു. കാരണം അത്ര കോലം കെട്ട് അഴുക്ക് പിടിച്ച് കിടക്കുമായിരുന്നു വീട് മൊത്തം. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ വീട് മൊത്തം വെട്ടിവാരി ക്ലീനാക്കി. ഇപ്പോഴും അത് പറച്ചിലാണ് ആ നാട്ടിലുള്ളവർക്ക്. ഒരിക്കലുള്ള എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ പറയുമ്പോൾ ആ വീടാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഇപ്പൊ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഏത് നിമിഷവും നമുക്ക് എന്തും സംഭവിക്കാം. അടുത്ത നിമിഷം നമ്മൾ ജീവനോടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അപകടങ്ങൾ നടന്നാല്, എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നാല്, മറ്റുള്ളവർ വന്നു നോക്കുമ്പോൾ വീട് വൃത്തികേടായി കിടക്കുന്നു, അയ്യോ ഇങ്ങനെയാണോ ഇവര് ജീവിച്ചത്, ഇതെന്തുവാ, അത്രയ്ക്ക് ഇങ്ങനെ മോശം വാക്കുകൾ മറ്റുള്ളവർ പറയാൻ ഇടയാവരുത്. അതുകൊണ്ട് ഏത് നിമിഷവും നമുക്ക് എന്ത് സംഭവിക്കാം, ആ ഒരു ചിന്തയിൽ ജീവിച്ചാല് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, നമ്മുടെ വീട് വൃത്തിയാക്കാനിടാനും തോന്നില്ല. അതാണ് മെയിൻ കാര്യം. കാരണം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും വിരുന്നുകാരും എങ്ങണം വരുന്നെന്നോ അങ്ങനെ കാണോ അറിഞ്ഞാലായിരിക്കും ഫുൾ ക്ലീനിങ് നടക്കുന്നത്. അതുപോലെ ആരെങ്കിലും വരുമ്പോഴായിരിക്കും ചൂലും എടുത്തോണ്ട് ഓടുന്ന മുറി തൂക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഉള്ള സമയം, ആരോഗ്യമുള്ള സമയത്ത് ഇത് മനസ്സിൽ ഈ ചിന്ത വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട് ക്ലീൻ ആക്കി ഇട്ടു പോകും. ഇങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നാൽ. അപ്പൊ ആ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിവതും ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ആക്കിയിടുന്നത്. അല്ലാതെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, ഇഷ്ടമില്ലെന്നല്ല. എങ്കിലും എപ്പോഴും നമുക്ക് കാണുമല്ലോ ചില സമയത്തെങ്കിലും വെറുതെ ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ മടി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും കാണുമല്ലോ. അതുപോലെ തന്നെ എനിക്കും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തകള്. പിന്നെ
ഒത്തിരി പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്നും വീട് ക്ലീൻ ചെയ്തിടും, എന്നെങ്കിലും ഒരു ദിവസം ക്ലീൻ ചെയ്യാതിരിക്കുക, എന്നെങ്കിലും ഒരു ദിവസം ബാത്റൂം ക്ലീൻ ചെയ്തില്ല, അല്ലെങ്കിൽ തൂത്തുവാരില്ല, എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചാൽ ആ ദിവസം വീട്ടിൽ ആരെങ്കിലും വന്നിരിക്കും. ഒന്നും അല്ലെങ്കിൽ ആരെങ്കിലും ബാത്റൂമിൽ പോകാനെങ്കിലും വന്നിരിക്കും. അത് എന്റെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചിട്ടുള്ളതാ. കാരണം ബാക്കി എല്ലാ ദിവസവും ക്ലീൻ ആക്കിയിടും, എന്ന് ക്ലീൻ ആക്കാതെ ഇടുന്നോ അന്ന് ആരെങ്കിലും വരും. തോരൻ വെക്കാനെല്ലാം എടുത്തു വെച്ചായിരുന്നു, പക്ഷെ തോരൻ ഇതുവരെ വെച്ചില്ല. ഇടയ്ക്ക് എനിക്ക് അരിയാനൊന്നും സമയം കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഇത്രയും വീഡിയോ ഒക്കെ എടുത്തല്ലോ, അപ്പൊ ഇച്ചിരി സമയം പോയി. അപ്പൊ ജോസൻ പറഞ്ഞു ഇനി തോരൻ വെക്കണ്ട, കാരണം വെച്ചാല് ഇനി ഇപ്പൊ ഒത്തിരി ലേറ്റ് ആവും. ഒരു 11-11:30 കിടക്കണം, രാവിലെ 5 മണിക്ക് എണീക്കണം, മോർണിംഗ് ഡ്യൂട്ടി ആണല്ലോ. 5 മണിക്ക് എണീറ്റെങ്കിലേ എല്ലാം ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോ തോരന് വേണ്ടി സമയം കളയണ്ടെന്ന് പറഞ്ഞു. കറിയുണ്ട്, പിന്നെ മീൻ ഫ്രൈ ചെയ്തതിരിപ്പുണ്ട്, അച്ചാറുണ്ട്, ഇത് മതി. പിന്നെ പപ്പടം പൊള്ളിച്ചതും, നേരത്തെ പപ്പടം പൊള്ളിച്ചതും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പൊ അത് കൂട്ടി കഴിച്ചോളാം, ഇത് നാളെ രാവിലെ വെക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോ ജോസാന് ന്യൂ ഇയർ വിഷസ് പറയണം, അപ്പൊ എന്റെ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോസ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് ന്യൂ ഇയർ വിഷസ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. എല്ലാവർക്കും ഒരു ഹായ്. ഇതുവരെ ഞാൻ ക്യാമറയുടെ മുമ്പിലൊന്നും സ്വന്തമായിട്ട് വന്നിട്ടില്ല. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഞാൻ നേരുകയാണ്. അതിന്റെ ഒരു വർഷക്കാലം നല്ലവരും വിശ്വസ്തനും മാറാത്തതായിരുന്നു. 2018 കൊടുക്കാൻ തോന്നിച്ചവരെ പലരും 2019 കാണാതിരിക്കുമ്പോൾ, അത് അവസാനിപ്പിക്കാതിരിക്കുമ്പോൾ വലിയവനാണെന്ന് ദൈവം ഇത്രത്തോളം ഞങ്ങളെയും അതേപോലെയുള്ളവരെയും എല്ലാം കാത്തു സൂക്ഷിച്ചതിനാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ചാനലിന്റെ ജീവൻ പറയുന്നത് നിങ്ങളൊക്കെയാണ്. കഴിഞ്ഞ നാളിന്റെ നിങ്ങളുടെ സഹകരണം വളരെ അനുഗ്രഹമായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. ഒരിക്കലും ഇല്ലാത്ത പോലെ ബിൽഡിങ്ങിലെ മറ്റു പിള്ളേരെല്ലാം കൂടെ ഗാലറിയില് ഭയങ്കര കളിയും ബഹളവും, അതിന്റെയാണ് സൗണ്ടും. എന്തായാലും ഇപ്പോഴാണ് ജോസാന് മനസ്സിലായത് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് പറയാനുള്ള ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഇടയ്ക്ക് ഇൻട്രോയ്ക്കൊക്കെ വരുമ്പോഴേ ഞാൻ ഇങ്ങനെ നിന്ന് വിക്കി പറയുമ്പോഴും ഇടയ്ക്ക് കുറേ പ്രാവശ്യം റീടേക്ക് എടുക്കുമ്പോഴും ഒക്കെ എന്നെ കളിയാക്കും. നിനക്കത് ഇത്രയും സമയം, നീ ഈസി ആയിട്ട് നിന്നങ്ങ് പറഞ്ഞാൽ മതി, എന്തിനാ ഇത്ര പേടിക്കുന്നേ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞതൊക്കെ. അപ്പൊ ഇപ്പൊ ഏതായാലും ആളിന് നന്നായിട്ട് മനസ്സിലായി അതിന്റെ ബുദ്ധിമുട്ട്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നത് അധികം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ഇൻട്രോയ്ക്ക് പോലും വരാത്തത്. ചില കുട്ടികളുണ്ട്, ചില യൂട്യൂബേഴ്സ് ക്യാമറയുടെ മുമ്പിൽ വന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക കാണുന്ന എനിക്ക് അതിശയോ, എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ, അതായിരിക്കാം. എന്തായാലും ഈ വ്ളോഗ് ഞാനിവിടെ നിർത്തുവാണ്. ഇനി നീട്ടിക്കൊണ്ട് പോയാല് സമയത്ത് കിടക്കാൻ പറ്റില്ല, ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ വീണ്ടും ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വരാം. ഈ പുതുവർഷത്തിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി തരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ഇട്ട് എന്നെ തിരുത്തണം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു. ഇതേ നോക്കി പറയണോ? ഇതല്ലേ പറഞ്ഞു. മൊത്തം കട്ടു, ആദ്യം തൊട്ട് പറ. എന്റെ അടുത്ത് പറയുന്നില്ലേ നീ അങ്ങനെ പറയടി, നീ ഇങ്ങനെ വരത്തില്ലെന്ന്, നീ അങ്ങനെ പറയടി, ഇങ്ങനെ പറയടി, നീ ആ പറഞ്ഞ ശരിയായില്ല, ഈ പറഞ്ഞ ശരിയായില്ല, അങ്ങനെ നിന്ന ശരിയായില്ല, പറ.
ഞാൻ പോകാൻ എനിക്ക് പണിയുണ്ട്.